ഗുഡ് മോർണിംഗ്. അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ വെക്റ്റേഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു, ഒരു ഹോംവർക്ക് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഫൈൻഡ് ദ പൊസിഷൻ വെക്റ്റർ ഓഫ് എ പോയിൻറ്റ് R which divides the line joining 2 points P and Q whose position vectors are given in the ratio 2:1 internally and externally. നോക്കാം, നമ്മൾ അതിനോട് ഫോർമുല പഠിച്ചതാണ്. അപ്പോൾ let R be the position vector of the point R, okay, which divides the line joining points P and Q in the ratio 2:1. അപ്പോൾ നമ്മൾ അതെന്താണ്, വെക്റ്റർ R ഈക്വൽ ടു നമ്മൾ പഠിച്ചു MB + NA / M + N. M:n ആണ് റേഷ്യോ. അപ്പോൾ ഇവിടെ M:n എന്ന് പറയുമ്പോൾ M:n 2:1 ആണ്. ഓക്കെ, അപ്പോൾ M 2 ആണ്, N 1 ആണ്. ഓക്കെ, ദെൻ പൊസിഷൻ വെക്റ്റർ ഓഫ് R ആണ് നമുക്ക് വേണ്ടത്. MB എന്ന് പറയുന്ന വെക്റ്റർ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, -i + j + k ആണ്. ആൻഡ് A എന്ന് പറയുന്ന വെക്റ്റർ i + 2j - k ആണ്. അപ്പോൾ നമുക്കിതുപോലെ എഴുതാം, R = MB + NA / M + N. Substitute the values, 2 into this vector plus 1 into this vector by 2 plus 1. Okay, then 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് എഴുതുന്നു. ദെൻ ഐ കമ്പോണൻസ് ഐ ക്യാപ്പ് അത് അതിൻ്റെ കോഎഫിഷ്യൻസ് ആഡ് ചെയ്യുക, ആ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദിസ് വെക്റ്റർ. സോ ദാറ്റ് ഇസ് ദ വെക്റ്റർ വിച്ച് ഡിവൈഡ്സ് ദിസ് vectors, the line joining this vectors P and Q in the ratio M:n, that is 2:1. Okay, then come to the next question. Let S be the position vector of R which divides the line joining P and Q in the ratio 2:1 externally വേറെ ഫോർമുലയാണ് നമ്മൾ പറഞ്ഞു, MB - NA / M - N. അവിടെ ഒരു മൈനസ് ഇൻ ബിറ്റ്വീൻ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ മൈനസ് ഇടുക, ഇവിടെയും മൈനസ് വരുന്നു. ദെൻ യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ദെൻ ഡു ദിസ്. ദെൻ യു വിൽ ഗെറ്റ് -3i + 3k ക്യാപ്. ഓക്കെ, ദെൻ കം ടു ദ നെക്സ്റ്റ് ഹെഡിങ്, ഡയറക്ഷൻ കൊസൈൻസ്. The angles made by position vector OP and vector R with the position vector of this. So direction cosines. The angles made by position vector OP with positive direction of x, y, z are respectively called. So what is direction cosines? Direction cosines പറഞ്ഞാൽ the angles made by position vectors OP with the positive directions of x, y, z. നിങ്ങൾ നേരത്തെ സങ്കല്പിച്ചതുപോലെ ജസ്റ്റ് ഇമാജിൻ ദാറ്റ് കോർണർ ഓഫ് എ റൂം, ദെൻ ഇൻ സ്പേസ് ദർ ഇസ് എ പോയിന്റ് P, ദെൻ വെക്റ്റർ OP. Okay, that's the position vector. Then position vector OP makes angles with the x, y, z axis, is it? So you just imagine that. So this OP makes angles with x, y, z positive directions. Okay, then these angles are called direction angles. Okay, then the cosine values of these angles are called direction cosines of vector R. So vector R makes some angle with the positive directions of x axis, y axis and z axis. Okay, അപ്പോൾ അത് ആംഗിൾസ് ഉണ്ടാക്കും. ആ ആംഗിൾസിൻ്റെ കോസ് വാല്യൂസ് ആണ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡയറക്ഷൻ കൊസൈൻസ് എങ്ങനെ കാണാം? സോ ആറിൻ്റെ ആർ എന്ന് പറയുന്നത്, അതായത് ആ പൊസിഷൻ വെക്റ്റർ ഇതാണ്, xi + yj + zk ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് നമ്മൾ പ്രൂഫിലേക്ക് പോകുന്നില്ല, അതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് ഇതാണ്: x by √(x² + y² + z², y by √(x² + y² + z² and z by √(x² + y² + z². ഇവിടെ വെക്റ്റർ ഇതാണ് വെക്റ്റർ ദിസ് xi + xik + yjk + zk അല്ലേ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എന്ത്, √(x² + y² + z² വരുന്നത്. ഓക്കെ, അതിനെ നമുക്ക് R എന്ന് വിളിച്ചാൽ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, x/r, y/r, z/r. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. x/r, y/r, z/r ആണ് എന്ത്, ഡയറക്ഷൻ കൊസൈൻസ്. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി, x ഇതാണ് വെക്റ്റർ,
അപ്പോൾ എക്സ് ബൈ ആർ, വൈ ബൈ ആർ, ഇസഡ് ബൈ ആർ. അതാണ് ഡയറക്ഷൻ കൊസൈൻസ്. അപ്പോൾ ഈ കൊസൈൻ ഓഫ് ദിസ് ആംഗിൾ വിച്ച് മേക്സ് ദിസ് വെക്ടർ മേക്സ് വിത്ത് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, അതിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻസ്. ഇവിടെ ആർ എന്ന് പറയുന്നതാണ് ഈ ആർ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഓക്കെ, അതാണ് ആറ്. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക, എക്സ് ബൈ ആർ പ്ലസ് എക്സ് ബൈ ആർ, വൈ ബൈ ആർ, ഇസഡ് ബൈ ആർ ആണ് ഡയറക്ഷൻ കൊസൈൻസ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ വെക്ടർ ഐ പ്ലസ് 2j ഐ ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 3k ക്യാപ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്ന വെക്ടർ ഇതാണ്. സീ ദ ഗിവൺ വെക്ടർ. ഓക്കെ, സേ ദിസ് ഐ ക്യാപ് പ്ലസ് 2j ക്യാപ് പ്ലസ് 3k ക്യാപ്. ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് കാണണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ആറ് കാണുക. യു ഫൈൻഡ് ഔട്ട് ദിസ് മാഗ്നിറ്റ്യൂഡ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്താ? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ഓക്കെ, ആൻഡ് എക്സ് ബൈ ആർ, വൈ ബൈ ആർ, ഇസഡ് ബൈ ആർ. ആർ ഇതാണ്. ഫൈൻഡ് ദ വാല്യൂ. അപ്പോൾ എക്സ് ബൈ അത് റൂട്ട് 14 വരും. അപ്പോൾ 1 ബൈ റൂട്ട് 14, 2 ബൈ റൂട്ട് 14, 2 ആണ് ഇവിടെ. വൈ എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ്, ഇസഡ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 ബൈ റൂട്ട് 14. ഓക്കെ, സോ ദീസ് ആർ ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദിസ് വെക്ടർ. ഓക്കെ, രണ്ടു പ്രാവശ്യം ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ വെക്ടർ ജോയിനിങ് ദ പോയിൻറ്റ്സ് എ ആൻഡ് ബി. ഓക്കെ, അതിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഡയറക്റ്റഡ് ഫ്രം എ ടു ബി. അപ്പോൾ എ ടു ബി ആകുമ്പോൾ വെക്ടർ എ ബി ആണ് നമ്മുടെ വെക്ടർ. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് വെക്ടർ ജോയിനിങ് എ ആൻഡ് ബി, ദാറ്റ് ഈസ് എ ബി. എയിൽ നിന്ന് ബിയിലേക്കാണ് ഡയറക്ഷൻ. അപ്പോൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് ലൈൻ പോയിൻറ്റ്സ് ജോയിൻ ചെയ്തുള്ള ലൈനിൻ്റെ ആ വെക്ടറിൻ്റെ വെക്ടർ എഴുതുക എങ്ങനെയാണ്? ദാറ്റ് ഈസ് വെക്ടർ പൊസിഷൻ വെക്ടർ ഓഫ് എ ബി, പൊസിഷൻ വെക്ടർ ഓഫ് എ, പൊസിഷൻ വെക്ടർ ഓഫ് ബി നമ്മളിവിടെ എഴുതി. അതിൻ്റെ കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ, ആ ഫോമിൽ നമ്മൾ എഴുതി. ദെൻ പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ ആണ് എ ബി എന്ന് പറയുന്ന വെക്ടർ. അപ്പോൾ അത് കാണുക. പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. ഫൈൻഡ് ഔട്ട് ദാറ്റ്. മൈനസ് ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക, മൈനസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് ആൻ ആൻസർ ലൈക്ക് ദിസ്. വെക്ടർ എ ബി അവിടെ ക്ലിയർ ആയിട്ടില്ല, നിങ്ങൾക്കത് ആൻസർ എഴുതാം. ദാറ്റ് ഈസ് മൈനസ് 2i മൈനസ് 4j പ്ലസ് 4k ആണ് ഈ ആൻസർ വരിക. ഓക്കെ, സോ ഡു ദാറ്റ്. ഇനി അത് കണ്ടിന്യൂ ചെയ്യുന്നു. അതിൻ്റെ ചോദ്യം എന്താണ്? ഇപ്പോൾ നമുക്ക് വെക്ടർ എ ബി ആണ് ലഭിച്ചത്. ഇനി എൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് കാണണം. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദിസ് വെക്ടർ എ ബി എന്താണ്? അത് നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് തന്നെ, എക്സ് ബൈ ആർ, വൈ ബൈ ആർ, ഇസഡ് ബൈ ആർ. അപ്പോൾ എക്സ് എന്താണ്? എക്സ് നമുക്കറിയാം, എക്സ് ഈസ് ഹിയർ. ഈ കിട്ടിയ ആൻസർ അതായത് ഇവിടെ താഴെ ക്ലിയർ അല്ല, അപ്പോൾ അത് ആൻസർ ഞാനിവിടെ എഴുതാം. മൈനസ് 2i മൈനസ് 4j ക്യാപ്പ് ഉണ്ട് പ്ലസ് 4k ക്യാപ്പ്. ഓക്കെ, സോ മൈനസ് 2 മൈനസ് 4 4 ഇതാണ് കോർഡിനേറ്റ്സ്, കോഎഫിഷ്യൻസ് വരിക. അതാണ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ബൈ ആർ, എക്സ് ആറ് നിങ്ങൾ കാണണം. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. എക്സ് മൈനസ് 2 ആണ്, ഇത് വൈ ഇസഡ്. ഓക്കെ, ഇപ്പോൾ റൂട്ട് ഓഫ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. Okay, so find out that x by r, y by r, z by r. Okay, then find out that, then you will get the direction cosines are like this. Okay, so do it repeatedly. Then come to the next heading, that is scalar product. Okay, product വെക്ടേഴ്സിൻ്റെ രണ്ട് ടൈപ്പ് പ്രോഡക്റ്റ് ഉണ്ട്. അതിലൊന്നാണിത് സ്കെയിലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയും. സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാലും ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. എന്താണ് അതെന്ന് നോക്കാം. ജസ്റ്റ് റീഡ് ദ ഡെഫിനിഷൻ. ദ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ടു നോൺ സീറോ വെക്ടേഴ്സ് എ ആൻഡ് ബി ഡിനോട്ടഡ് ബൈ എ ഡോട്ട് ബി. എ ഡോട്ട് ബി എന്നത് വായിക്കും, എ ഡോട്ട് ബി എന്നാണ് എഴുതുക. വെക്ടർ എ ഡോട്ട് ബി ഈസ് ഡിഫൈൻഡ് ആസ് എ ഡോട്ട് ബി ഈക്വൽ ടു magnitude of vector A into magnitude of vector B into cos theta, where theta is the angle between vector A and vector B. 0 less than or equal to theta less than or equal to pi. Okay, for A dot B, dot product endana? A dot B equal to vector A into vector B modulus, that means magnitude of A into magnitude of B into cos theta. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്.
വെക്ടർ ബിയുടെ മോഡുലസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ പ്രോഡക്റ്റാണ്. ഇറ്റ്സ് ഓൾസോ എ സ്കെയിലാർ. ദെൻ കോസ് തീറ്റ അതും ഒരു സ്കെയിലാറാണ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് എ സ്കെയിലാർ. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ റിയൽ നമ്പർ. ഓക്കെ, സോ എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. ഇവിടെ തീറ്റ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, 0 in between 0 and pi. 0 less than or equal to തീറ്റ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആകുമ്പോഴാണ് നമ്മളിത് ഡിഫൈൻ ചെയ്യുന്നത്. സോ സ്കെയിലാർ പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കി വയ്ക്കുക. എ ഡോട്ട് ബി ഈക്വൽ ടു എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സ്കെയിലാർ പ്രോഡക്റ്റ് ഓർ ഡോട്ട് പ്രോഡക്റ്റ്. ഓക്കെ, ദെൻ യു ജസ്റ്റ് ലുക്ക് ദാറ്റ് നോട്ട് എ ഡോട്ട് ബി ഈസ് എ റിയൽ നമ്പർ എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റിയൽ നമ്പറാണ് കിട്ടുക. ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ദെൻ അനദർ തിങ്, ഇഫ് വെക്ടർ എ ഈക്വൽ ടു 0 ഓർ വെക്ടർ ബി ഈക്വൽ ടു 0 ദെൻ എ ഡോട്ട് ബി ഈക്വൽ ടു 0. അപ്പോൾ എ ഡോട്ട് ബി എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഈ വെക്ടർ എ ഈക്വൽ ടു 0 ഓർ വെക്ടർ ബി ഈക്വൽ ടു 0 ദെൻ എ ഡോട്ട് ബി ഇതിലൊന്ന് 0 ആണെങ്കിൽ നോക്കുക ഈ മാഗ്നിറ്റ്യൂഡ് 0 ആവും. സോ ദിസ് വിൽ ബി 0. Product will be 0. Okay. Then third one, if vector A and vector B are non-zero vectors, then A dot B is 0 if and only if vector A and vector B are perpendicular to each other. ഇപ്പോൾ എയും ബിയും നോൺ സീറോ ആണ്. എയും ബിയും 0 അല്ലെങ്കിൽ ഇത് രണ്ടും 0 അല്ല. അതായത് കോസ് തീറ്റ 0 ആവണം. കോസ് തീറ്റ എപ്പോഴും 0 ആവുക? തീറ്റ 90 ആവുമ്പോൾ. ഇപ്പോൾ 90 ഡിഗ്രി ആകുമ്പോൾ ദാറ്റ് മീൻസ് എയും ബിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ ഈ കോസ് 90 0 ആയിരിക്കും. അപ്പോൾ എ ഡോട്ട് ബി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എ ഡോട്ട് ബി 0 ആണ്. അറ്റ് ദ സെയിം ടൈം എ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് വെക്ടർ ബി നോട്ട് ഈക്വൽ ടു 0 ദെൻ യു ക്യാൻ സേ ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇപ്പോൾ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെങ്കിൽ രണ്ട് വെക്ടേഴ്സിൻ്റെ സ്കെയിലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? അത് 0 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എയോ ബിയോ 0 ആണെങ്കിലും ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. ഓക്കെ, then come to the next one. I cap, j cap, k cap are mutually perpendicular unit vectors. അല്ലേ, അത് നമുക്കറിയാം. എക്സ് ഡയറക്ഷനിൽ ഐ ക്യാപ്, വൈ ഡയറക്ഷനിൽ എന്താണ്? ജെ ക്യാപ്, ഇസഡ് ക്യാപ്. അപ്പോൾ ഈ ഐ ക്യാപ്, ജെ ക്യാപ്, ഇസഡ് ക്യാപ് എന്താണ്? ഐ ജെ കെ ക്യാപ് അത് എന്താണ്? യൂണിറ്റ് വെക്ടേഴ്സ് ആണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അല്ലേ, അപ്പോൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ യൂണിറ്റ് വെക്ടേഴ്സ് ആകുമ്പോൾ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ഐ ക്യാപ് ഡോട്ട് ഐ ക്യാപ് എന്തായിരിക്കും? ഡോട്ട് പ്രോഡക്റ്റ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ഐ ഡോട്ട് ജെ, ദിസ് ഐ ഡോട്ട് ജെ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ജെ ഡോട്ട് കെ എടുക്കുമ്പോൾ അതും പെർപെൻഡിക്കുലർ ആണ്. ജെ ഡോട്ട് കെ എന്ന് പറയുമ്പോൾ ഇത് വരും. ഐ ഡോട്ട് ജെ എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ദിസ് ഈസ് ഐ ഡോട്ട് കെ അല്ലെങ്കിൽ കെ ഡോട്ട് ഐ. ഇതെല്ലാം 0 ആണ്. അത് 0 ആണ് ആ ഒരു ലൈൻ. ഓക്കെ, അല്ല എങ്കിൽ ഐ ഡോട്ട് ഐ അവിടെ വരുമ്പോൾ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 0. കോസ് 0 ഈസ് 1. സോ ഐ ഡോട്ട് ഐ ഈസ് 1, കെ ഡോട്ട് കെ ഈസ് 1 ആൻഡ് ജെ ഡോട്ട് ജെ ഈസ് 1. അല്ലേ, എന്തുകൊണ്ടാണ്? ഡോട്ട് പ്രോഡക്റ്റ് അവിടെ 1 ആണ്. അതായത് മാഗ്നിറ്റ്യൂഡ് രണ്ടിൻ്റെയും 1 ആണ്. ഇൻ ബിറ്റ്വീൻ ആംഗിൾ 0 ആണ്. കോസ് 0 ഈസ് 1. സോ ഐ ഡോട്ട് ഐ അല്ലെങ്കിൽ കെ ഡോട്ട് കെ അല്ലെങ്കിൽ ജെ ഡോട്ട് ജെ വരുമ്പോൾ 1 ആണ് ഡോട്ട് പ്രോഡക്റ്റ്. പക്ഷേ പെർപെൻഡിക്കുലർ ആവുന്ന ഇതിൽ ഐ ഡോട്ട് ജെ അല്ലെങ്കിൽ ജെ ഡോട്ട് കെ അല്ലെങ്കിൽ കെ ഡോട്ട് ഐ വരുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത നോട്ട് എന്താണെന്ന് നോക്കിയത്? ദ ആംഗിൾ ബിറ്റ്വീൻ ടു നോൺ സീറോ വെക്ടേഴ്സ് എ ആൻഡ് ബി ഇസ് ഗിവൺ ബൈ ആംഗിൾ ബിറ്റ്വീൻ ടു നോൺ സീറോ വെക്ടേഴ്സ്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടു എ ഡോട്ട് ബി എന്ന് പറയുന്നത് എ ബി ക്രോസ് തീറ്റയാണ്. അല്ലേ, അപ്പോൾ അതിൽ ആ കോസ് തീറ്റ മാത്രം ഒരു വശത്താക്കി ബാക്കിയെല്ലാം മറുവശത്തേക്ക് കൊണ്ടുവരുന്നതാണിത്. എ ഡോട്ട് ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റയാണ്. ഇത് ഇവിടെ കിടന്നിരുന്നതാണ്, അത് ഈ വശത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എ ഡോട്ട് ബി ഈക്വൽ ടു കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. അപ്പോൾ കോസ് തീറ്റ കാണാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ആ സെയിം ഇക്വേഷനിൽ നിന്ന് ഇത് ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ദിസ് വൺ. ഇതാണ് എ ഡോട്ട് ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി കോസ് തീറ്റ. ഈ കോസ് തീറ്റ മാത്രം ഇവിടെ നിർത്തിയിട്ട് ഇത് രണ്ടും എന്ത് വരും? ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി വരും. അതാണ് കോസ് തീറ്റ. ഇനി കോസ് തീറ്റ തന്നു കഴിഞ്ഞാൽ തീറ്റ എങ്ങനെ കാണാം? തീറ്റ ഈസ് കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി.
ഓക്കെ, അപ്പോൾ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. അതാണ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. ഓക്കെ, ഇനി അടുത്ത നോട്ട് എന്താണെന്ന് നോക്കിയേ. സി ദ സിക്സ്ത് വൺ. ഓക്കെ, എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ. എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓർത്ത് വയ്ക്കുക. ഇത് അസോസിയേറ്റീവ് ലോ പോലെ എ ഡോട്ട് ബി പ്ലസ് സി ഈക്വൽ ടു എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി. ഓക്കെ, so just remember this. Then next is this seventh note. Let A equal to A1I plus A2j cap plus A3k cap and B another vector. Two vectors തന്നിരിക്കുന്നു A and B. Then A dot B അതായത് ഇത് കമ്പോണൻറ്റ് ഫോമിലാണ് തന്നിരിക്കുന്നത്. എയും ബിയും കമ്പോണൻറ്റ് ഫോമിൽ തന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എഴുതാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ ബി കോസ് തീറ്റ അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഡോട്ട് പ്രോഡക്റ്റ് വരുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. എ ഡോട്ട് ബി ഈക്വൽ ടു അതിൻ്റെ കമ്പോണൻറ്റ്സ് എടുക്കുക. A1 B1 പ്ലസ് A2 B2 പ്ലസ് A3 B3. സോ ബൈ ഹാർട്ട് ദിസ് ഓർ റിമെമ്പർ ദാറ്റ് എ ഡോട്ട് ബി ഈക്വൽ ടു A1 B1 പ്ലസ് A2 B2 പ്ലസ് A3 B3. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടാവും. വെക്ടർ എ ഇസ് ദിസ് A1I പ്ലസ് A1I ക്യാപ് പ്ലസ് A2j ക്യാപ് പ്ലസ് A3k ക്യാപ്. അതായത് അതിൻ്റെ കമ്പോണൻറ്റ് ഫോമിൽ തന്നിരിക്കുന്നു, ബിയും തന്നിരിക്കുന്നു. ദെൻ എ ഡോട്ട് ബി എങ്ങനെ കാണാം? ദാറ്റ് ഈസ് A1 B1 പ്ലസ് A2 B2 പ്ലസ് A3 B3. ഓക്കെ, സോ ഇനി അടുത്ത ഹെഡിങ് പ്രൊജക്ഷൻ ഓഫ് വെക്ടേഴ്സ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി